നാം ദൈവവേല ചെയ്യുമ്പോൾ ആരെങ്കിലും നിർബന്ധിച്ചിട്ടല്ല ദൈവവേല ചെയ്യേണ്ടത്. ഒറ്റയ്ക്കൊറ്റയ്ക്ക് യേശുക്രിസ്തുവിനോട് സ്നേഹമെന്ന് ആ സ്നേഹത്തിൽ തുടങ്ങണം ദൈവവേല. ആ സ്നേഹത്തിൽ നിലനിന്നുകൊണ്ട് വേണം കർത്താവിന്റെ വേല ചെയ്യുവാൻ. ഒരു പാനപാത്ര വെള്ളം യേശുവിന്റെ നാമത്തിൽ ഈ ചെറിയ ഒരുത്തർ കൊടുത്താൽ അതിനും പ്രതിഫലമുണ്ട്. എല്ലാത്തിനും പ്രതിഫലമുണ്ട്. കൂലി അവന്റെ കയ്യിലെ പ്രതിഫലം അവന്റെ പക്കലുമുണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കിട്ടുന്ന അവസരങ്ങളൊന്നും കളയരുത്. യേശുവിന്റെ സ്നേഹത്താൽ നിറയപ്പെട്ട് കർത്താവിന്റെ മഹത്വമുള്ള വേല ചെയ്യുവാൻ ഓരോരുത്തരും നിങ്ങളെ തന്നെ സമർപ്പിക്കണം. യേശുവിനെ സ്നേഹിച്ചുകൊണ്ട്, സ്നേഹത്താൽ നമുക്ക് നിറയാം. ക്രിസ്തുവിന്റെ സ്നേഹത്താൽ, കാൽവറിയിലെ സ്നേഹത്താൽ, ത്യാഗം വഹിച്ച സ്നേഹത്താൽ, തിരുരക്തം സ്നേഹത്താൽ, ജീവരക്തം ഊറ്റി തന്ന സ്നേഹത്താൽ യേശു ക്രിസ്തു നിന്നേറ്റു, അപമാനമേറ്റു. കഴിഞ്ഞ 3.5 വർഷക്കാലം ജനത്തിന്റെ മധ്യത്തിൽ സംസാര വിഷയമായി അങ്ങനെ അത്ഭുതങ്ങളും അടയാളങ്ങളും എല്ലാം ചെയ്തു നടന്ന കർത്താവിനെ ഒരു നിസ്സാരനെ പോലെ പിടിച്ച് അടിക്കുന്നു, തുപ്പുന്നു, കണ്ണു കെട്ടിയിട്ട് തല്ലി, നിന്നെ ആരെയാ തല്ലിയെന്ന് ചോദിക്കുന്നു. അപമാന ശരങ്ങൾ യേശുവിന്റെ ശരീരത്തിൽ തുളച്ചു കയറുമ്പോഴും പബ്ലിക്കായി യേശുവിനെ അഗ്നദഗ്ധനായി നടത്തുമ്പോഴും യേശു തളർന്നില്ല, യേശു വാടിയില്ല, യേശു സങ്കടപ്പെട്ടില്ല, നിരാശപ്പെട്ടില്ല. എന്തുകൊണ്ട്? നമ്മോടുള്ള സ്നേഹം ഓർത്തപ്പോൾ. പ്രിയരേ, യേശുവിനെ സ്നേഹിക്കുമോ? നിങ്ങൾക്കൊന്ന് പറയാമോ? എൻ്റെ യേശുവപ്പാ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു.